നിങ്ങൾ ഓൺലൈൻ വഴി ഒരു കോഴ്സ് ഒരു കോച്ചിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ, പല രീതിയിലുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളൊരു വെബിനാർ നടത്തുകയാണ്. അപ്പോൾ ആ ഒരു വെബിനാറിന് 99 രൂപയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു 99 രൂപ കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സിന് ഒരു നിശ്ചിത എമൗണ്ട് ഒക്കെ ഉണ്ട് എന്നാണെങ്കിൽ അപ്പോൾ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അവരുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പല ആൾക്കാർക്കും പല യു പി ഐ ഡി ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പേയ്മെൻറ്റ് പല ആൾക്കാർക്കും പല ശൈലിയിലായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ചില ആൾക്കാർ ഗൂഗിൾ പേ ആയിരിക്കും, ചില ആൾക്കാർ ഫോൺ പേ, ചില ആൾക്കാർ അവരുടെ ബാങ്ക് ഏതാണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ വഴിയൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ ആൾക്കാരുടെയും പേയ്മെൻറ്റ് ഒരേ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേകൾ ഉള്ളത്. ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ ഒരു കോഴ്സോ അല്ലെങ്കിൽ വെബിനാർ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ആഡ് ചെയ്യാം. അപ്പം ഒരുപാട് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പം കാണിച്ചു തരികയാണെങ്കിൽ നമ്മുടെ റേസർ പേ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇൻസ്റ്റാമോജോ ഒക്കെ ആഡ് ചെയ്യാം. റേസർ പേ ഒക്കെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആ, ആ, നമ്മുടെ വിദേശ രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യ, യു എ ഇ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഒരു കോച്ചിങ് ഒരു ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ നടത്തുന്നതെങ്കിൽ അവിടെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെയുള്ള ഒരു മൈ ഫത്തൂര എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണിത്. ഈ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾ ഈ കാണുന്ന മൈ ഫത്തൂര എന്ന് പറയുന്ന ഈ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ, അതുവഴി ആളുകൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഇതിൽ ഇത്തരത്തിൽ പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധാരണ അറിയാമല്ലോ, പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വേണം. അതേപോലെ തന്നെ ഇവിടെയും ഇതിലൊരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ട് ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്.